ഞാൻ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള കൊഴുവ ഫ്രൈയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഈ മീനിനെ നത്തോലി എന്നും പറയൂ കേട്ടോ. എനിക്കറിയാം കൊഴുവ ഫ്രൈ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന്, പക്ഷേ ഞാൻ ചെയ്യുന്ന വേർഷൻ ആട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ കൊഴുവ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 3 ഉള്ളി എടുക്കുന്നുണ്ട്, ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി 2 മതി കേട്ടോ, ഒരുപാട് എടുക്കണ്ട. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടി എടുക്കുന്നുണ്ട്. എരിവനുസരിച്ച് എടുക്കാവേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ക്രഷ്ഡും കുരുമുളക് പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ, അതായത് അരച്ചുകൊണ്ട് വരാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, അല്ലാതെ തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർക്കുക കേട്ടോ, മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ അരച്ചുകൊണ്ട് വരാം. ഇതുപോലെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. പിന്നെ ഇനി ഇത് മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാലകൾ പിടിപ്പിക്കാം മീനിൽ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഇതൊക്കെ കൂടി നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിൽ ചതച്ച് ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ മീൻ വറുത്തതിന് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഒരു തണ്ട് കറിവേപ്പില അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുക്കാനുള്ള മീനൊക്കെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ലാസ്റ്റ് വരെ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി എന്ന് കാണുമ്പോൾ എടുത്ത് മാറ്റാനുള്ള ടൈം ആകുമ്പോൾ നമ്മൾ സിമ്മിലേക്ക് ഇടുക. എന്നിട്ട് മീനെടുത്ത് മാറ്റുക. ഇത് കണ്ടോ, ഈ ഒരു ടൈം ആയപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുക്കാം. നമ്മുടെ കൊഴുവ ഫ്രൈ, നത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, നല്ല ടേസ്റ്റാണ്. ഒരു മോരുകറിയും കൂടി ഉണ്ടെങ്കിൽ അസലായിട്ട് ചോറ് കഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്